പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ചെടികളുടെ അടുത്ത് ഞാൻ ചെടികളെ പരിപാലിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഡെയിലി ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ ദിവസവും നമ്മൾ ഈ സെയിം കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. എന്നാലും ഇന്നത്തെ ദിവസം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത്, ഈ ഭാഗത്ത് കുറച്ച് കോളിയസ് പ്ലാന്റ്സ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ഹൈറ്റ് വെച്ച് വളർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. അതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. ഇപ്പോൾ രാവിലെ നല്ല വെയിൽ അടിക്കുന്ന ഒരു മോർണിംഗ് ലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ ഞാനത് രാവിലെ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തൊക്കെ നിർത്തുകയാണെങ്കിൽ ഇവർ കുറച്ചുകൂടെ ചെടി നന്നായിട്ട് ബുഷിയായിട്ട് നിൽക്കും. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സ്ഥലത്ത് നിന്ന് പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്ന് ബുഷിയായിട്ടൊക്കെ നിൽക്കും. അപ്പോൾ ഈ ചെടിയൊന്നും എനിക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാലും ഇത് ഒന്ന് ബുഷിയായിട്ട് വരട്ടെ എന്ന് കരുതി എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ അധികം ചെടികളൊന്നും വെച്ചിട്ടില്ല. ഈ കോളിയസ് പ്ലാന്റ്സ് മാത്രം ഇങ്ങനെ നീളത്തിൽ നിരത്തി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. വേറെ അധികം ചെടികളൊന്നും ഞാനിവിടെ വെച്ചിട്ടില്ല. അപ്പോൾ ആ ചെടികൾ, കുറേ അധികം ചെടികൾ ഞാനൊന്ന് കട്ട് ചെയ്തൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്തു. ഇനിയപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ കട്ടിങ്സുകൾ, ആ തണ്ടുകൾ നമുക്ക് വെറുതെ കളയേണ്ട കാര്യമില്ല. അത് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വേരുകളൊക്കെ വന്നിട്ട് നമുക്ക് ആ ചെടികൾ പുതിയ ചെടികളായിട്ട് മാറ്റി നടാം മണ്ണിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊരു കുപ്പിയിൽ ഈ കട്ടിങ്സ് എല്ലാം എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തുള്ള ഇല 1-2 ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം. അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ഇലകൾ നിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചീഞ്ഞ് പിന്നെ അത് വൃത്തികേടാവും. അപ്പോൾ അതുകൊണ്ട് അടിഭാഗത്തുള്ള ഇലകളൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കുപ്പിയിലോ കണ്ടെയ്നറിലോ ഒക്കെ ഇങ്ങനെ ഇട്ട് വയ്ക്കാം. അപ്പോൾ ഞാനൊരു കുപ്പിയിൽ കുറച്ച് ഇട്ട് വെച്ചു. പിന്നെ കുറച്ച് ബാലൻസ് ഉള്ളതുകൊണ്ട് ഞാനതൊരു ഫിഷ് ബൗൾ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തും കൂടെ ഇതൊന്ന് ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ കുപ്പിയിലിട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ തണ്ട് അതിൻ്റെ അടിയിൽ മുട്ടാതെ വയ്ക്കണം. അങ്ങനെ വെച്ചാലാണ് പെട്ടെന്ന് വേര് വരത്തുള്ളൂ. അപ്പോൾ കുറച്ച് അധികം പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ബോട്ടിലും ഒരു ബൗളിലും ആക്കി ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇതൊക്കെ ചെയ്യാണ്. അപ്പോൾ ഉമ്മച്ചീനെ അവിടെ കാണാം. ഉമ്മച്ചി രാവിലെ ഫുഡ് എടുക്കുന്ന ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ രാവിലെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ചെയ്തായിരുന്നു. ഇപ്പം ഞാൻ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എൻ്റെ ചായ കുടിക്കാനുള്ള കപ്പും കൊണ്ട് ഞാനിവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കപ്പാട്ടോ കാണുന്നത്. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിന് വേരൊക്കെ വരും. അപ്പോൾ നമുക്കിത് മണ്ണിലേക്ക് മാറ്റി നടാം. അപ്പോൾ അത് വേര് വരുന്നപ്പോൾ ഞാനത് വീഡിയോ കാണിക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഇത് പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ അതിന് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്യണം. ഏത് ചെടിയാണെങ്കിലും നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അതിന് കുറച്ച് വളം, ഇപ്പോൾ ചാണകപ്പൊടിയോ കടലപ്പിണ്ണാക്കോ എല്ലുപൊടിയോ കമ്പോസ്റ്റോ അങ്ങനെ ഏതെങ്കിലും വളം, നമ്മൾ സാധാരണ കൊടുക്കുന്ന വളം ഏതാണോ അങ്ങനെ ഒരു വളം നമ്മൾ അതിനിട്ട് കൊടുക്കണം. അപ്പോൾ ആ ചട്ടിയിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വളമൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ചെടി നന്നായിട്ട് ഒന്ന് വളർന്ന് കിട്ടും. നമ്മളിപ്പോൾ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്താണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അത് കോളിയസ് പ്ലാന്റ്സ് എന്നല്ല, എല്ലാ ചെടികൾക്കും നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണത് കുറച്ചുകൂടെ കരുത്തോടു കൂടി വളരുന്നത്. അപ്പോൾ ഞാനിപ്പം കുറച്ച് ചാണകപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് ഇവർക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുന്നക്കൂട്ടൻ അതിലെ സൈക്കിളൊക്കെ ഓടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ചെടികൾക്ക്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, ഞാനൊരു ബനാന പീലിൻ്റെ ഫെർട്ടിലൈസറിന് വേണ്ടിയിട്ട് ബനാന വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ബനാനയുടെ തൊലി. അപ്പോൾ അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു ഫെർട്ടിലൈസറാണ്. നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു 3 ദിവസം മുമ്പ് ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ചെടികൾക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതെൻ്റെ ഒരു ഡയാന്തസ് പ്ലാന്റൊക്കെയാണ്. ഇതൊരു പഴയ ചെടിയാണ്. അതിനകത്ത് ഇപ്പോഴും പൂവുണ്ട്. അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇത് നമ്മുടെ ഒരു സ്വീറ്റ് പൊട്ടറ്റോ വൈൻ പ്ലാന്റ് ആയിരുന്നു. അത് കയറ് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് പെട്ടെന്ന് വളരുന്നൊരു ചെടിയാണ് കേട്ടോ ഇത്. നല്ല രസമല്ലേ കാണാനായിട്ട്, ഹാർട്ട് ഷേപ്പിലുള്ള ലീഫൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഈ കയറിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ കയറ്റി വിടണം, എന്നാലാണ് അത് പിടിച്ച് നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ വളർന്നപ്പോൾ അത് താഴ്ന്നു പോന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഞാനൊന്ന് കയറ്റി വെച്ച് കൊടുത്തു. കണ്ടോ, ഇതേപോലെ നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ് സ്വീറ്റ് പൊട്ടറ്റോ വൈൻ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, ഈ നമ്മുടെ ചെടികൾക്കൊക്കെ ഇലയൊക്കെ ഇങ്ങനെ വാടി നിൽക്കും. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ വാടി നിൽക്കുന്ന ഇലയാണ്. ഇത് കലേഡിയം പ്ലാന്റ് ആണ്. അപ്പോൾ ആ ഇലയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചട്ടിയിൽ ചെടികൾ നല്ല ഫ്രഷായിട്ട് നിൽക്കും. ആ വാടിപ്പോയ ഇലയൊക്കെ നിൽക്കുമ്പോൾ ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാ ചെടികൾക്കും ഇങ്ങനെ ഉണങ്ങിയ ഇലയെല്ലാം മാറ്റിക്കളഞ്ഞ് അതൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ വൃത്തിയാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഇത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ടൗണിലൊക്കെ ഒന്ന് പോയായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ആയി, നല്ല മഴ വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കാറ്റൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു കലേഡിയം പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ റിയോ പ്ലാന്റിൻ്റെ അടിവശത്ത് നമ്മൾ കാണാതെ ഇങ്ങനെ നിൽക്കും, ഈ ഇലകൾ ഇങ്ങനെ ഉണങ്ങി നിൽക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തൊക്കെ ഞാൻ കളയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓരോ ദിവസം എല്ലാ ദിവസവും നമ്മൾ ഈ പണിയൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോരോ പണികളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ, നമ്മുടെ ചെടികളെയൊക്കെ പരിപാലിക്കുമ്പോൾ നല്ല സന്തോഷമൊക്കെയാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ചെടിയെങ്കിലും വളർത്തുകയാണെങ്കിൽ അത് വളർന്ന് വലുതായൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇവിടെ നമ്മൾ തീർക്കുകയാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഇനിയും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കനിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.